ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് സെക്രട്ടറി അസിസ്റ്റൻറ്റ്. അസിസ്റ്റൻറ്റ് ഓഡിറ്റർ എന്നാണ് തസ്തികയുടെ പേരെങ്കിലും നമ്മൾ പൊതുവേ വിളിക്കുന്ന ഈ ഒരു സെക്രട്ടറി അസിസ്റ്റൻറ്റ് പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഒക്കെ ഉള്ള കൂടുതൽ കാര്യം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. സാറേ, ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് 1.5 ലക്ഷം സാലറി ലഭിക്കുന്ന ജോലി എന്നാണ്. അത് തെറ്റായ ഒരു കാര്യമാണോ? അല്ല, തെറ്റായ ഒരു കാര്യമല്ല. ഏകദേശം 1.5 ലക്ഷത്തോളം സാലറി തന്നെ ഉണ്ടല്ലോ. കാരണം 39,300 ബേസിക് പേ. അപ്പം 39,300 അതിൻ്റെ 9% DA ഉണ്ട്, പിന്നെ 10% HR ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു 46,750 മുകളിൽ സാലറി ഗ്രോസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ DA ഒരു 20% മുകളിൽ പെൻഡിങ് ആണ്. സത്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ DA ഒരു ഇപ്പം നിലവിൽ 9% ആണെങ്കിലും കുറേ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ കയറുന്ന സമയമാകുമ്പോഴേക്കും ആ DA ഒക്കെ കൂടി മാറി 9% എന്നുള്ളതൊക്കെ മാറിയിട്ട് കൂടും. അപ്പോൾ ആ ഒരു സമയത്ത് 50-ന് മുകളിൽ പോകും സാലറി. ഇപ്പം തന്നെ ഒരു 47 അടുത്തുണ്ടല്ലോ ഗ്രോസ് സാലറിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ കയ്യിൽ ഇത്രയും കിട്ടില്ല. കാരണം നമ്മുടെ സാലറി തന്നെയാണ്, നമ്മളെ സേവിങ്സ് ആണ്. അതിലെന്ത് ചെയ്യും? 10% നമ്മുടെ പെൻഷനിലേക്ക് പോകും. നാഷണൽ പെൻഷൻ സ്കീം ഉണ്ടല്ലോ, 10%, ബേസിക്കിൻ്റെ 10%. അപ്പോൾ 39,300-ന് 10%, 3,930 നിങ്ങൾ പെൻഷനിലേക്ക് ഇടേണ്ടി വരും. പിന്നെ ഒരു 6% മിനിമം നിങ്ങൾ GPF-ലേക്ക് നിക്ഷേപിക്കണം. അത് മിനിമം 6%. കൂടുതലിടാം, മിനിമം 6% ഇടണം. ഓക്കെ, അത് പോവും. പിന്നെ SLI GIS എന്നുള്ള ചെറിയ പിടുത്തങ്ങളും അങ്ങനെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു നിങ്ങളത് മിനിമം മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ 40-നടുത്ത് സാലറി ഇവർക്ക് കയ്യിൽ വാങ്ങാൻ പറ്റും ഇപ്പോഴത്തെ ഒരു സാലറിയിൽ. അതേസമയം ഇവരുടെ ഒരു നിയമനം നടക്കുന്ന സമയത്തേക്കും DAയുടെ പെർസെൻറ്റേജൊക്കെ കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും 50-നടുത്തിലേക്ക് 50-ന് മുകളിലേക്ക് തന്നെ സാലറി മാറും. ഓക്കെ സാറേ, ഇനി ഈ കൈ കിട്ടുന്ന ഒരു ശമ്പളത്തിന് പുറമെ നമുക്കറിയാം ഗവൺമെൻറ് ജോലിക്ക് കുറേയധികം അഡ്വാൻറ്റേജസ്. അതെ സാർ, ഈ ഒരു ജോലിയിൽ സാറ് കാണുന്ന അഡ്വാൻറ്റേജ് എന്താണ്? ശമ്പളത്തിന് പുറമെ കാണുന്ന അഡ്വാൻറ്റേജ്? ഇപ്പോൾ ഈ ജോലി എന്ന് മാത്രമല്ല, ഏതൊരു സർക്കാർ ജോലി ആയാലും അവിടെ ഒരു സാലറി എന്നുള്ള മാത്രമല്ല മുഖ്യ ഘടകം. സർക്കാർ ജോലി എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പൽ ഉയർത്തുന്ന കാര്യമാണ്, ലൈഫ് സെക്യൂർഡ് ആവുന്ന കാര്യങ്ങളാണ്, മറ്റു പല ആനുകൂല്യങ്ങൾ. നിങ്ങൾ തന്നെ എന്താണ്, നിങ്ങൾ സർവീസ് കയറി നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലോണ് കിട്ടും. അതേപോലെ തന്നെ പെൻഷൻ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അല്ല, കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അതോടുകൂടി അതിൻ്റെ കുറച്ചൊരു ആകർഷണീയത കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും പെൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ഗുണമാണ്. അങ്ങനെയുള്ള പലവിധ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സർക്കാർ ജോലിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത്. പിന്നെ എന്നാൽ എപ്പോഴും ഇവർ ഈ ഒരു പോസ്റ്റ് തന്നെ അല്ലല്ലോ, ഇവർക്ക് പ്രൊമോഷൻ ഉണ്ടാവുമല്ലോ. ഓരോ വർഷം കഴിയുമ്പോഴും ഇൻക്രിമെൻ്റ് ഉണ്ടാവും, ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. അത് കൂടാതെ പിന്നീട് കാലാകാലങ്ങളായിട്ട് എന്ത് നടക്കും? പ്രൊമോഷൻ നടക്കും. അപ്പോൾ അതിനനുസരിച്ച് സാലറിയിലും കാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. സെക്രട്ടറി അസിസ്റ്റന്റിൽ നമുക്ക് വരുന്ന പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്? നല്ല പ്രൊമോഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സെക്രട്ടറി അസിസ്റ്റന്റ് നമ്മൾ വിളിക്കുന്നത്. കാരണം ഇത് അസിസ്റ്റന്റ് ഗ്രേഡും ഓഡിറ്ററും, ഈ എന്താണ് ഓഡിറ്റ് വകുപ്പിൽ, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പിൽ ഓഡിറ്റർ എന്നുള്ള പോസ്റ്റ് ഉണ്ട്. പിന്നെ അസിസ്റ്റന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് PSC ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, AG's ഓഫീസ് ഉണ്ട്. അങ്ങനെ 6ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ മൊത്തത്തിലുണ്ട് ഇതിൽ. പക്ഷേ നമ്മളതിനെ സെക്രട്ടറി അസിസ്റ്റന്റ് എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ ഇതൊരു ഗ്ലാമർ പോസ്റ്റ് ആകുന്നത് കൊണ്ടാണ്. അതായത് ഇത് അത്രയും പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലുള്ളതാണ്. പ്രത്യേകിച്ച് പൊതുഭരണ വകുപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ, സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സ്വാധീനവും വരും. ഒരു എന്താണ്, ഭരണസിരാ കേന്ദ്രത്തിലെ ഒരു അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ പിന്നീട് പ്രൊമോഷനായിട്ട് മേലോട്ടേക്ക് പോകുമ്പോൾ ഇവരാണ് ഇതിൻ്റെ എന്താണ് നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുന്നത്. ഇപ്പോൾ KS കൂടെ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ഭരണസിരാ കേന്ദ്രത്തിലൊരു കീ പോസ്റ്റായിട്ട് കാണുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് അത്രയും ഒരു ഗ്ലാമർ കൈവരുന്നത്. ഈ സാർ, സെക്രട്ടറി അസിസ്റ്റന്റിൽ നിന്നും നമുക്ക് എവിടെ വരെ എത്തിപ്പെടും? അതെ, അസിസ്റ്റന്റ് ആണ് ഫസ്റ്റ് പോസ്റ്റ്. പിന്നീട് അതിൻ്റെ പ്രൊമോഷനായിട്ട് സീനിയർ അസിസ്റ്റന്റ് വരും. പിന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട്, പിന്നെ സെക്ഷൻ ഓഫീസർ ഉണ്ട്, പിന്നെ ഇതിനിടയിൽ ഹയർ ഗ്രേഡ് പോസ്റ്റ് ഉണ്ട്, സെക്ഷൻ ഓഫീസർ, പിന്നെ അണ്ടർ സെക്രട്ടറി. ഇതിനിടയിലൊക്കെ ഹയർ ഗ്രേഡ് എന്നുള്ള പോസ്റ്റ് വേറെയും കിടക്കുന്നുണ്ട്. അണ്ടർ സെക്രട്ടറി ഉണ്ട്. അത് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ മേലോട്ടേക്ക് ഡെപ്യൂട്ടി സെക്രട്ടറി ഉണ്ട്, ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ട്, അഡീഷണൽ സെക്രട്ടറി ഉണ്ട്, സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ട്. അപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം ചെറുപ്പത്തിലേക്ക് കയറുകയാണെങ്കിൽ ഒരു 10-30 വർഷത്തിന് മുകളിൽ സർവീസ് ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും ടോപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയൊക്കെ ആകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഇവിടെ ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 3 വർഷം കൊണ്ട്, ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തുള്ള, ഇപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ ഉണ്ട്, എൻ്റെ മുത്തമ്മയുടെ മകൻ സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അവൻ കയറി ഒരു 3 വർഷം കൊണ്ട് സീനിയർ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, ഒരു 7 വർഷം കൊണ്ട് ASO ആയിട്ടുണ്ട്. അവർ 14 വർഷം ഏകദേശം ആ ഒരു ടൈമിലേക്ക് ഒരു സെക്ഷൻ ഓഫീസർ ആവാം. അതുപോലെ അങ്ങോട്ട് ഗസ്റ്റഡ് പോസ്റ്റാണ്. സാർ, ഇത് ഒരു എക്സ്പീരിയൻസിന് വരുന്നതാണ്, അതല്ല ഇപ്പം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് കയറി പോകുന്നതാണോ? അല്ല, പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ഓരോരുത്തരും കയറുന്നുണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അഡ്വൈസിൽ സീനിയോറിറ്റി ഉണ്ടാവും. ആ സീനിയോറിറ്റിക്ക് അനുസരിച്ചാണ് ഈ പ്രൊമോഷൻ കിട്ടുക. ഓക്കെ ഫൈൻ. ഓക്കെ സാറേ, ഇനി സാർ ഒരു സംശയം, എനിക്കൊന്ന് വീഡിയോ കാണുന്ന കുട്ടികൾക്കുള്ള വലിയൊരു സംശയമാണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോലി, സെക്രട്ടേറിയറ്റ് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ കയറുന്ന ജോലി മുഴുവൻ തിരുവനന്തപുരത്താണോ എന്നൊരു ചോദ്യം ഉണ്ടാവും.
അതല്ലല്ലോ, അതവർക്ക് തന്നെ കേരള PSC ഉണ്ട്. PSC എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ, എല്ലാ ജില്ലകളിലും ഉണ്ട്. ജില്ലാതലം പല ജില്ലകളിലായിട്ട് കിട്ടും, അവരുടെ സ്വന്തം ജില്ലകളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ AG's ഓഫീസ് ആണെങ്കിൽ എറണാകുളത്താണ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളത്താണ്. അപ്പോൾ അങ്ങനെ ഓരോ പോസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. പിന്നെ അതല്ല, സെക്രട്ടേറിയറ്റ് തന്നെ ഈ തെക്കൻ ജില്ലക്കാർ കൂടുതലും ആഗ്രഹിക്കുക സെക്രട്ടേറിയറ്റ് കിട്ടാനാണ്. അതേസമയം വടക്കൻ ജില്ലക്കാരൊക്കെ PSCയിലേക്ക്. അപ്പം പരസ്പരം ഒരു മാറലും അവിടെ തുടക്കത്തിലൊക്കെ നടക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് തന്നെ ഇനി വേണമെന്ന് വെക്കുക, ഭാവിയിൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാം, നല്ല ഉയർന്ന പോസ്റ്റിലേക്ക് എത്തുമ്പോൾ അവിടത്തേക്ക് പോകാം. തൽക്കാലം ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് ഒരു നാട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമുണ്ട്. അതായത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിലേക്ക് നമുക്ക് അതിന് സമാനമായിട്ടുള്ള പോസ്റ്റുകളിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും, ഇവിടത്തേക്ക് മാറാൻ പറ്റും, ഡെപ്യൂട്ടേഷനിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വിട്ടു പോകുന്നുള്ള പേടിയൊന്നും ആവശ്യമില്ല. ഓക്കെ സാർ, ഓക്കെ, ശരി. ഇനി സാർ നമുക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ, ഇപ്പം അടുത്ത് തന്നെ വരികയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നിയമനങ്ങൾ, കാരണം ഏതൊരു കുട്ടിയും പരീക്ഷ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചോദിക്കുക എത്ര നിയമനങ്ങളാണ് ചോദിക്കാറുള്ളത്. നമുക്കൊരു ഏകദേശം ഈ ഒരു പോസ്റ്റിന് എത്ര നിയമനങ്ങൾ സാധാരണ നടക്കാറുണ്ട്, പ്രതീക്ഷിക്കാൻ പറ്റും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഏകദേശം 1000-ഓളം, ഒരു 1000 താഴെ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം അതിൽ കഴിഞ്ഞ മുമ്പിലത്തെ ലിസ്റ്റ് ആയാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിനായാലും ഏകദേശം അത്രത്തോളം ഒരു 800-ഓളമൊക്കെ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന ഇവരുടെ ലിസ്റ്റിലും ഏകദേശം അത്രത്തോളം തന്നെ ഒരു 800, ഒരു ശരാശരി നമുക്കൊരു 800-ഓളം നിയമനങ്ങളൊക്കെ അനിൽകുമാർ സാറിന്റെ വീഡിയോയിലും സാറും ആ ഒരു നമ്പർ 800 നമ്പർ തന്നെ 1000 താഴെ, എന്തായാലും ഒരു 1000 താഴെയുള്ള നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. പിന്നെ ഓരോ കാലഘട്ടത്തിലും ഒഴിവിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനനുസരിച്ചാണല്ലോ കൂടുതൽ നിയമനത്തിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ സാർ, ഇനി നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ എല്ലാവരും പറയുന്നത് നമുക്ക് ഈ അടുത്ത് ലാസ്റ്റ് വരും, പല മാസങ്ങളായിട്ട് നമ്മൾ പല മാസങ്ങളും പറയും. നമ്മൾ വീഡിയോ ചെയ്യുന്നപ്പോൾ നമ്മൾ നവംബറൊക്കെ മാസങ്ങൾ നമ്മൾ മുമ്പത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ കാര്യം, സാധാരണ ഇതിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ PSC 1.5 വർഷത്തെ ലിസ്റ്റിന്റെ കാലാവധി ഉള്ളല്ലോ. അപ്പോൾ 2023 കഴിഞ്ഞ ലിസ്റ്റിന്റെ ഇത് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയപ്പോൾ 1.5 വർഷം കഴിഞ്ഞ് അടുത്ത വരണം എന്നുള്ള രീതിയിലാണ് നമ്മളും ഒരു നവംബർ ഡിസംബറിലൊക്കെ വരുന്ന പ്രതീക്ഷ. സാർ എന്നത്തേക്കാണ് ഈ പരീക്ഷ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്? പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷം തന്നെ എന്തായാലും വരും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2017 ഡിസംബറിലാണ് മുമ്പത്തെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷമുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് 2021 ഏപ്രിലാണ്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷവും 4 മാസത്തെ വ്യത്യാസമല്ലേ ഇതിനിടയിൽ വരുന്നത് അല്ലേ? 17 ഡിസംബർ, അതേപോലെ തന്നെ 2021 ഏപ്രിലാണ്. അപ്പോൾ ഒരു 3 വർഷവും 4 മാസത്തെ വ്യത്യാസം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വരേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാലപരിധിയിൽ, അതായത് ഇനി വരാൻ പോകുന്ന ഈ ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു മാസത്തിൽ എന്തായാലും ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. ഓക്കെ സാർ, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ തൊട്ടാണ് നമുക്ക് പ്രിലിംസ് മെയിൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ പരീക്ഷയിൽ ഓൾറെഡി പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു. ഈ പരീക്ഷയിലും ഡിഗ്രി നിലവാരത്തിൽ എന്തായാലും ഡിഗ്രി പ്രിലിംസും മെയിൻസും ഉണ്ടാവും. എങ്ങനെയാണ് ഈ പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്ക് പോകേണ്ടത്? അത് ഞാൻ പൊതുവേ ഉദ്യോഗാർത്ഥികളോട് നമ്മളെപ്പോഴും, ഞാനല്ല, നമ്മൾ തന്നെ എത്രയോ വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിലിംസും മെയിൻസും ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ നടത്തേണ്ടത്. ഞാൻ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്രട്ടേറിയറ്റ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിലിംസിൻ്റെ സിലബസ് ഉണ്ട്, മെയിൻസിൻ്റെ സിലബസ് ഉണ്ട്. ഈ 2 സിലബസും കൂടെ ചേർത്ത് കൊണ്ടൊരു സിലബസ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസ് എടുക്കുക, കാരണം അതിൽ മെഡീവൽ ഇന്ത്യ അധികം ഉണ്ട്, മെയിൻസിന് അതില്ല. അപ്പോൾ ആ ഒരു സിലബസ് കഷ്ണം ക്രോപ്പ് ചെയ്യുക. ദെൻ ജോഗ്രഫി എന്ത് ചെയ്യുക, 2 സെയിം ആണ്. അപ്പോൾ അത് ഏതെടുത്താലും കുഴപ്പമില്ല. എക്കണോമിക്സ് 2ലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ 2ഉം കൂടെ ചേർത്തിട്ട് എടുക്കുക. ഇങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും സിലബസ് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും കൂടെ ചേർത്ത് കൊണ്ടൊരു കോമൺ സിലബസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കോമൺ സിലബസ് നിങ്ങളുടെ പഠനമുറിയിൽ ഒട്ടിക്കുക. എന്നിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അതിൽ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 50 മാർക്ക് പ്രിലിംസിനും 30 മാർക്കിന് മെയിൻസിനുള്ള ഏരിയയാണ്. 80 മാർക്കാണ് മൊത്തം 200 മാർക്കിൻ്റെ പരീക്ഷയിൽ 80 മാർക്കിനുള്ള ഏരിയയാണ് നന്നായിട്ട് മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതൊരു സൈഡ് കൂടെ നടക്കണം. അതേപോലെ തന്നെ മറ്റ് കോമൺ ഏരിയകൾ, പ്രിലിംസിനും മെയിൻസിനുള്ള കോമൺ ഏരിയ ഒരു 88 മാർക്കിനുള്ള, ഈ 200-ൽ ബാക്കി 80 കഴിച്ചിട്ടേ 88 മാർക്കിനുള്ള ഒരു കോമൺ ഏരിയാസ് ഉണ്ട്. പ്രിലിംസും മെയിൻസും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ഉള്ള കോമൺ ഏരിയാസ് ഉണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇങ്ങനെയുള്ള കുറേ ഏരിയകളുണ്ട്. ആ ഏരിയകളും തുടക്കത്തിലേ പഠിച്ചു പോകണം. അത് തീർത്തതിന് ശേഷം പിന്നീട് മതി എന്ത്, പ്രിലിംസിന് മാത്രമുള്ള ഏരിയയും മെയിൻസിന് മാത്രമുള്ള ഏരിയയും പഠിക്കുന്നത്. കാരണം പിന്നെ ഈ ഒരു പ്രിലിംസിൻ്റെ മുന്നോടിയായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് സിവിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി മാത്രമാണ് പ്രിലിംസിന് മാത്രമായിട്ടുള്ള ഏരിയ. പ്രിലിംസിന് മാത്രമാണ് അത് ശരിക്കും ആരും പഠിക്കില്ല. അതില്ലാണ്ട് തന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം 5 10 മാർക്ക് അവിടെയുള്ളൂ, ബാക്കിയുള്ള മാർക്ക് തന്നെ കിട്ടും, കവർ ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് അങ്ങനെ നോക്കാം. പിന്നീട് ഉള്ള ഭാഗം അത് എന്ത് ചെയ്താൽ മതി, പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കവർ ചെയ്യുക. അതിനിടയിൽ സമയമുണ്ടെങ്കിൽ ചെയ്യാം, അതല്ല എങ്കിൽ എന്ന് റിസൾട്ട് വന്നിട്ട് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് പ്രിലിംസ് എക്സാം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് മുതൽ മെയിൻസിനുള്ള പഠനം ആരംഭിക്കുക. വരുമല്ലോ എന്നല്ല, നന്നായിട്ട് നോക്കിയാൽ നിങ്ങളെല്ലാവരും ക്ലിയർ ചെയ്യും. അപ്പം അതിൻ്റെ ആ പിറ്റേന്ന് മുതൽ മെയിൻസിൻ്റെ ബാക്കിയുള്ള ഏരിയകളുണ്ടല്ലോ. അപ്പം ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഫിസിക്സ്, കെമിസ്ട്രി,
ഇങ്ങനെയുള്ള കുറച്ച് ഏരിയകളൊക്കെയാണുള്ളത്. അത് മെയിൻസിന് മാത്രമായിട്ടുള്ള ഏരിയകളാണ്. അതെന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് പിന്നീട് അങ്ങോട്ട് നന്നായിട്ട് അത് പഠിക്കുക. ബാക്കി ഇതുവരെ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അത് നല്ല റിവിഷനായിട്ട് കൊണ്ടുപോകുക. അങ്ങനെയുള്ളൊരു പഠനമാണ് പിന്നീട് വേണ്ടത്. അതായത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു സിലബസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന വഴി എന്ന് പറയുന്നത്. ഓക്കെ സാർ, ഇനി സാറിൻ്റെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് സെക്രട്ടറി ടെസ്റ്റ് നമ്മൾ എൻട്രി ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. സാർ ഈ പറഞ്ഞൊരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ തന്നെ അതെ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ബാച്ചും റൺ ചെയ്യുക. അതായത് ഇവരുടെ പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ബാച്ചിലും. അതെ, SCRT-യും NCRT-യും അതായത് ഒരു 8, 9, 10 ക്ലാസ്സുകളിലെ SCRT പ്ലസ് അവിടുത്തെ NCRT, ദെൻ ഹയർ സെക്കൻഡറി പിന്നെ SCRT സെയിം ആണല്ലോ. അപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറിയും അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ മേലോട്ട് മറ്റ് റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഇപ്പോൾ അറിയാലോ, പൊളൈറ്റി, ലക്ഷ്മികാന്ത്, ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി, DP ഗുള്ളറിൻ്റെ ജോഗ്രഫി, അങ്ങനെ ഓരോന്നിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് അതൊക്കെ ചേർത്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ടീച്ചേഴ്സ് കൊടുക്കുക. നമ്മുടെ ഒക്കെ സബ്ജക്ട് എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് UPSC ക്ലിയർ ചെയ്തിട്ടുള്ള പ്രിലിംസും മെയിൻസും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള അധ്യാപകരും അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെയായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന SCRT-യും NCRT-യും ഈ റെഫറൻസ് ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നുണ്ടാവുക. സാറിന് ഈ ബാച്ചിൽ തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതെ നമ്മളെല്ലാവരെയും എയിം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ആവറേജ് ലെവലിൽ ഇപ്പോൾ പോകുന്നുള്ളൂ. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ എല്ലാവർക്കും ഉൾക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് മുന്നോട്ട് പോകുന്നത്. പിന്നെ പ്രത്യേക ഒരു ബാച്ച് നമ്മൾ ഫ്രഷേഴ്സിന്, കാരണം പലർക്കും ഒരു പേടിയാണ് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം അത് UPSC ആസ്പിറൻസിന് മാത്രമുള്ളതാണ്, നമ്മളെ കൊണ്ട് ഇതാവില്ല എന്നുള്ള ചിന്തയാണ് വലിയൊരു ശതമാനത്തിനും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കോൺഫിഡൻസ് ഉയർത്തുന്ന രീതിയിൽ നമുക്ക് അടുത്ത മാസം നമുക്കൊരു എന്താ പറയുക ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് അല്ല അങ്ങനെ പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബാച്ച് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സാർ, അപ്പം നമ്മുടെ കോഴ്സിന് സാറിൻ്റെ സെക്രട്ടറി അസിസ്റ്റൻ്റ് കോഴ്സിനെ കുറിച്ച് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നമ്പർ ഇവിടെ വീഡിയോയിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പിൻ കമൻറ്റിലുണ്ടാവും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറിൻ്റെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. സാർ ഇനി നമുക്ക് ഓൾറെഡി നമ്മുടെ പഠന രീതിയും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. UPSC എന്ന സാറിനോട് അവിടെ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ്. UPSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു വലിയൊരു സംഭവം വന്നിട്ടുണ്ട്. സാർ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പഠന രീതി എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സാമുകൾ കൂടുതൽ അതായത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ, ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടോ, എങ്ങനെയാണ് അവിടെ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾ? ഇപ്പം അവിടെ ഈ പലരുടെയും പേടി എന്ന് പറഞ്ഞാൽ UPSC ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കേ ഇനി PSC കിട്ടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല. അതായത് പലരുടെയും ചിന്ത എന്താണ്, UPSC ക്വസ്റ്റ്യൻ അതേപോലെ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ള. അതല്ല സത്യത്തിൽ നടക്കുന്നത്. സത്യത്തിൽ നടക്കുന്നത് എന്താണ്, ഈ രണ്ട് വിഭാഗക്കാരും ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടി ഇപ്പോൾ ആശ്രയിക്കുന്നത് NCRT, ഈ പറയുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങൾ, ഇതിനൊക്കെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെയും വരും. അത് കോപ്പി പേസ്റ്റ് അല്ല, യഥാർത്ഥത്തിൽ ഒരേ സോഴ്സിനെ ആശ്രയിക്കാനുള്ള വസ്തുതയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലെവൽ അതിലേക്ക് കൊണ്ടുവരണം. നമ്മൾ ആ സോഴ്സുകളെ ആശ്രയിച്ച് പഠനം കൊണ്ടുപോകണം. ആ രീതിയിലുള്ള പഠനമാണ് നമ്മളിപ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ ശരി, ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞതുപോലെ രീതിയിൽ തന്നെയാണ്. പിന്നെ ഒരു കാര്യം സാർ, ഒരു അപ്ഡേറ്റ് കൂടെ കൊടുക്കാനുണ്ട്. അതായത് നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ പുതിയൊരു ഫീച്ചേഴ്സ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് AI അസിസ്റ്റന്റ് ആണ്. അതായത് AI അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കാണ് ഏറ്റവും ഗുണം ചെയ്യുക, പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ പരീക്ഷകളിലാണ് ഏറ്റവും ഗുണം. നമ്മളിപ്പം ഈ ഒരു അപ്ഡേറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡിഗ്രി ലെവലിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ക്ലാസ് പോയി കാണുന്നതിന് പകരം വീഡിയോ ക്ലാസ് ഫുൾ കണ്ടു തീർക്കാൻ സമയം ഇല്ല എങ്കിൽ അവിടെ വീഡിയോയിൽ തന്നെ വന്നിട്ട് AI അസിസ്റ്റന്റിനോട് ഇതിൻ്റെ സമ്മറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമ്മറി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. ഇനി അതല്ല, ആ ടോപ്പിക് അവർക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് വിചാരിക്കുക, അവർ ക്ലാസ് കാണേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നുള്ള കോസ്റ്റ്യൂം പരിശീലിക്കാം. AI ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പറഞ്ഞുതരും, വീഡിയോയിൽ എന്താണ് സമ്മറി എന്ന് പറഞ്ഞുതരും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് ഒരു ഡോക്കായിട്ട് തരികയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ പുതിയ AI ഫീച്ചേഴ്സ് നമ്മൾ ഡിഗ്രി ലെവൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാക്സിമം നിങ്ങൾ വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സാറേ എന്തെങ്കിലും ഫൈനലിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത് ഇത് തന്നെയാണ്, എപ്പോഴും നോട്ടിഫിക്കേഷൻ വരട്ടെ. ഇനിയിപ്പോൾ നവംബറിലാണ് നവംബർ വരട്ടെ, അല്ലെങ്കിൽ ഡിസംബറിലാണെങ്കിൽ അന്നേരം വരട്ടെ, അല്ലെങ്കിൽ അടുത്ത മാസം ഒക്ടോബറിലാണെങ്കിൽ അങ്ങനെ വരട്ടെ. അത് വന്നിട്ട് ഞാൻ പഠിക്കാം എന്നല്ല വിചാരിക്കേണ്ടത്. അത് നിങ്ങൾ എൻട്രി ചേർന്ന് പഠിക്കണമെന്നില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോഴേ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൂടെ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചാൽ എന്തായാലും ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു 6 മാസം കൊണ്ട് ഇത് നേടാമെന്ന് വിചാരിക്കരുത്. അന്നേരം നിങ്ങളുടെ ചിന്ത എങ്ങനെ മാറും, ഈ പ്രിലിംസ് ആദ്യം, എന്നാൽ പിന്നെ പ്രിലിംസ് മാത്രം ഒന്ന് തീർക്കട്ടെ എന്ന് വിചാരിക്കും. ആ പ്രിലിംസ് എങ്ങനെയെങ്കിലും പാസ്സാവാമെന്ന് വിചാരിക്കും. അത് ഒരു എഴുതി തീർക്കും അങ്ങനെയോ. പക്ഷേ എന്തായിരിക്കും, നമുക്ക് ടെൻഷൻ ആയിരിക്കും, ഇത് ക്ലിയർ ആവുമോ ഇല്ലയോ. ആ ഒരു സംശയത്തിൻ്റെ മുകളിൽ മെയിൻസിനിട്ട് പഠിക്കുകയില്ല, സമയം പിന്നെ പോകും. പിന്നെയുള്ള ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 3-4 മാസമായിരിക്കും. ആ സമയം കൊണ്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മെയിൻസിൻ്റെ സിലബസ് തീർക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ പ്രാവശ്യം കിട്ടാതെ പോകും. ആ അബദ്ധം അത്തവണ മനസ്സിലാക്കിയിട്ട് അടുത്ത തവണ നോക്കുമ്പോഴേക്കും 3-4 വർഷം പോയിട്ടുണ്ടാവും. ഇതാണ് സാധാ PSC ഉദ്യോഗാർത്ഥികൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കുക, ഇപ്പോഴേ അതിനുവേണ്ടി തയ്യാറെടുക്കുക. ഒരു ദീർഘകാലത്തേക്ക് ഇല്ല, ഇപ്പോൾ മുതൽ ഇനി അങ്ങോട്ടേക്കില്ല ഒരു 1.5 വർഷക്കാലം പഠനത്തിനായിട്ട് മാറ്റിവെക്കുക.
വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ലെവൽ ഇങ്ങനെ അപ്പായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് ഈ എക്സാം എഴുതാൻ പറ്റുമ്പോൾ നിങ്ങൾ നല്ല അത്രയും കോൺഫിഡൻറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടാവും. എക്സാം എഴുതാനും ക്രാക്ക് ചെയ്യാനും പറ്റും. ആ ഒരു അപ്രോച്ചാണ് നിങ്ങൾ നടത്തേണ്ടത്. അതേപോലെ ഹോളിസ്റ്റിക് അപ്രോച്ചും പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസുകളെ ഒന്നായി കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഒരാൾ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് മാത്രമായിട്ട് നമ്മുടെ എൻട്രിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. എൻട്രി ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുത്തിരിക്കാം. അതിൽ നമ്മൾ 50-50 എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഫ്രീ സീരീസുകളാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, മിഷൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 50-50 സീരീസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം പ്രിലിംസിൽ 50 മാർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതിനെയും അതേപോലെ ബാക്കി സബ്ജക്റ്റിനെയും ചേർത്ത് വെച്ചിട്ടുള്ള 50-50 സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം എൻട്രി ആപ്പിനകത്തുണ്ട്. അതിൻ്റെ PDF നോട്ട്സ് നമ്മൾ കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ യൂട്യൂബിലൂടെ വീഡിയോ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് സാറേ നമുക്ക് വീണ്ടും കാണാം. ബൈ.